കശ്മീരിനെ ഈ സംഘർഷത്തിലേക്ക് വലിച്ചിഴച്ചവരോട് പറയാനുള്ളത്, ഇന്ത്യക്ക് പറയാനുള്ളത് ഇതാണ്. ഇത് കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല, ഇത് പാകിസ്ഥാൻ്റെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നു. 1000 വർഷം കൊണ്ട് പരിഹരിക്കാനാകാത്ത കശ്മീർ തർക്ക വിഷയത്തിൽ താൻ ഇടപെട്ട് പരിഹാരമുണ്ടാക്കാൻ തയ്യാറാണെന്ന് വീണ്ടും. ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കേണ്ടത്, അധിനിവേശ കശ്മീർ സംബന്ധിച്ച ആ വിഷയം ഒരു മുത്തശ്ശി കഥയൊന്നുമല്ല. 1000 പോയിട്ട് ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കം പോലും ഈ കശ്മീർ വിഷയത്തിന് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലില്ല. കാരണം ചരിത്രം പഠിച്ച എല്ലാവർക്കും അറിയാം, 1947 മാത്രമാണ് ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടായത്. അന്നു മുതൽ തുടങ്ങിയതാണ് കശ്മീരിനെ ചുറ്റിയുള്ള ഇൻഡോ പാക് തർക്കങ്ങൾ. ന്യായം ഇന്ത്യയുടെ ഭാഗത്താണ്. 1947 എന്ന് പാകിസ്ഥാൻ ഉണ്ടായോ അന്ന് തൊട്ടാണ് അവർ കശ്മീർ അധിനിവേശപ്പെടുത്തിയതും ആ വിഷയം ഇപ്പോഴും കുത്തിപ്പൊക്കുന്നതും. അവരുടെ ആവശ്യമാണ് POK അവരുടെ കയ്യിലിരിക്കണമെന്നും ആ വിഷയം ഇപ്പോഴും സജീവമായി നിൽക്കണമെന്നുമുള്ളത്. അതുകൊണ്ടാണ് അവർ അമേരിക്കയെ പോയി കാലുപിടിച്ചതും. ഇന്ത്യയുടെ മിസൈൽ മഴയിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പാക് ഭരണകൂടം ദിവസങ്ങൾക്ക് മുമ്പ് US സമീപിച്ച് കരഞ്ഞു വിളിച്ചപ്പോഴും അവർ ട്രംപിനെ പറഞ്ഞു പറ്റിച്ചത് ഈ കശ്മീർ വിഷയത്തിലാണ് ഇന്ത്യ ഇപ്പോൾ തങ്ങളോട് ഈ അരിച്ചം കാട്ടുന്നതെന്നാണ്. അപ്പോൾ ബഹുമാന്യനായ ഡൊണാൾഡ് ട്രംപ് കരുതിയത് ഇന്ത്യ മിസൈൽ വർഷം നടത്തിയത് കശ്മീരിന് വേണ്ടിയിട്ടാണെന്നാണ്. അല്ല, അങ്ങനെയല്ല എന്ന് ഇന്ത്യ വീണ്ടും ആവർത്തിക്കുന്നു. രണ്ടാമത്തേത്, ഇന്ത്യക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യസ്ഥത ആവശ്യമേ അല്ല. ഇന്ത്യ ആ വാഗ്ദാനം തള്ളിയിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനുമായി നേരിട്ടത് തീർത്തുകൊള്ളും. തമ്മിലടിച്ച് തീർക്കാമെങ്കിൽ അങ്ങനെ, ചർച്ച ചെയ്താണെങ്കിൽ അങ്ങനെ എന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട്. ന്യൂഡൽഹിയുടെ കാശ്മീരുമായി ബന്ധപ്പെട്ട നിലപാട് വളരെ വ്യക്തമായി തന്നെ അന്നും ഇന്നും തുടരുകയാണ്. അതിൽ ഇന്ത്യക്കൊരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല. ചർച്ചാ വിഷയങ്ങളിൽ ഇന്ത്യ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളല്ലാതെ പുതിയ ഒരു വിഷയവുമില്ല. ഒരൊറ്റ കാര്യം മാത്രമേ ഇന്ത്യക്ക് അന്നും ഇന്നും പാകിസ്ഥാനോട് പറയാനുള്ളൂ, ചർച്ച ചെയ്യാനുള്ളൂ. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ അത് ഇന്ത്യക്ക് തിരികെ നൽകുക എന്നത് മാത്രം. അതാണ് ഇന്ത്യയുടെ പൊസിഷൻ. അതങ്ങനെ തന്നെ തുടരും. ഇതിനിടയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഷയമെന്ന് ട്രംപ് പറഞ്ഞെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വിവരക്കേടാണെന്നും കാശ്മീർ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണെന്ന് കരുതി നമുക്ക് ആശ്വസിക്കാം. ആദ്യത്തെ പ്രസിഡന്റ് ടൈമിലും ട്രംപ് കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായി രംഗത്തെത്തിയതാണ്. അന്ന് ഇന്ത്യ നോ എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇന്നും ഇന്ത്യയുടെ ആ നോ ഒരു വലിയ നോ തന്നെയാണ്. എന്നിട്ടും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യ വെടിനിർത്തിയതിനു ശേഷം ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയുമായി വെടിനിർത്തിയത് ട്രംപ് ഇടപെട്ടാണത്രേ. തങ്ങൾക്ക് സമാധാനത്തിലേക്കുള്ള പുതിയ തുടക്കമാണെന്നും തങ്ങളുടെ പ്രോസ്പെരിറ്റിക്ക് തുടക്കമായി എന്നുമാണ് ഷഹബാസിൻ്റെ ട്വീറ്റിലുള്ളത്. എന്ത് സമാധാനം, എന്ത് പ്രോസ്പെരിറ്റി? ട്രംപിനെ സന്തോഷിപ്പിക്കാനാണോ ഈ ഷഹബാസ് പാകിസ്ഥാന് ചേരാത്ത വാക്കുകൾ ഇപ്പോൾ എടുത്ത് ട്വീറ്റ് ചെയ്ത്? 1947 ഇന്ത്യയെ വിഭജിച്ച പാകിസ്ഥാൻ ഇന്ന് തകർച്ചയുടെ പടുകുഴിയിലാണ്. ഇന്ത്യയാകട്ടെ ഗ്ലോബൽ ശക്തിയായി ഇപ്പോഴും തുടരുന്നു. അത് ഷഹബാസിൻ്റെ പാകിസ്ഥാന് സഹിക്കുന്നില്ല, സൈനിക നേതൃത്വത്തിന് സഹിക്കുന്നില്ല. അപ്പോൾ തീവ്രവാദപരമായി ലോകത്ത് ഒന്നാമതെത്താം. അങ്ങനെയെങ്കിലും ലോകത്ത് നമ്പർ 1 ആകാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അതാണ് താലിബാൻ പോലും പാകിസ്ഥാനെ ഇപ്പോൾ എതിർത്ത് പറഞ്ഞത് ഇന്ത്യയുമായുള്ള ഈ സംഘർഷത്തിൽ. തീവ്രവാദ പരീക്ഷണത്തിൽ പാകിസ്ഥാൻ പരീക്ഷയിടമായി ഇന്ത്യ തിരഞ്ഞെടുത്തെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. ഇന്ത്യ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഇന്ത്യ സമാധാനം കാക്ഷിക്കുകയാണ് ഏക്കാലവും. ഇന്ത്യൻ മണ്ണിലും അതിർത്തികളിലും തീവ്രവാദം ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ല. ഇനി പാകിസ്ഥാൻ US എന്നല്ല ലോകശക്തികളെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയുടെ മുന്നിൽ കൊണ്ട് അണിനിരത്തിയാലും ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമില്ല. ഇന്ത്യ തങ്ങളുടെ അതിർത്തികൾ വിട്ട് കളിക്കില്ല. ഇനി ഒരിക്കലും നഷ്ടപ്പെട്ട അതിർത്തികൾ തിരിച്ചു പിടിക്കുകയും ചെയ്യും. രാജ്യത്തെ ജനങ്ങൾ ഇന്ത്യ പരീക്ഷണ വസ്തുവാക്കില്ല, അവരെ പട്ടിണിയും കിടത്തില്ല. ഒരു രാജ്യത്തെയും കാശ്മീർ എന്ന ഇന്ത്യയുടെ ആ വിഷയത്തിൽ ഇടപെടാൻ ഇന്ത്യ അനുവദിക്കുകയുമില്ല. അങ്ങനത്തെ ഒരു ചർച്ചയും വേണ്ട. വെടിനിർത്തലിനെ സംബന്ധിച്ച ഇന്ത്യ പാകിസ്ഥാൻ്റെ സമാധാനത്തിലേക്കുള്ള പാതയിൽ യാത്ര ചെയ്യുന്ന വെള്ളരിപ്രാവുകളെ നോക്കിയിരിക്കുകയല്ല. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിച്ച ഇന്ത്യക്ക് മുന്നിൽ അമേരിക്ക കൊണ്ട് നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല. റഷ്യ ഒപ്പമുണ്ട് എന്ന അഹംഭാവം പോലും ഇന്ത്യക്കില്ല. ചൈനയെ കണ്ട് കണ്ണു മഞ്ഞളിച്ച പാകിസ്ഥാനെ പോലെ ഇന്ത്യക്ക് റഷ്യയുടെ ആ ഒരു സഹതാപത്തിൻ്റെ ആവശ്യമില്ല. സുഹൃത്തുക്കളെന്നും സുഹൃത്തുക്കൾ തന്നെയാണ്. അത് അമേരിക്കയായാലും റഷ്യയായാലും. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്നത് മാത്രമാണ് പാകിസ്ഥാനും അമേരിക്കയ്ക്കുമുള്ള ഇന്ത്യയുടെ ഏറ്റവും ഒടുവിലത്തെ മറുപടി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ?
യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.